ഹലോ, ഇന്ന് ഞാനൊരു മുരിങ്ങക്ക കൊണ്ടുള്ള നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 മുരിങ്ങക്ക ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുരിങ്ങക്കയും ഒരു പകുതി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കണം. അപ്പോൾ നല്ല ഉപ്പും എരിവും പുളിയൊക്കെ നല്ല പിടിക്കും കേട്ടോ നമ്മുടെ മുരിങ്ങക്കയിൽ. ഇനി നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പഴുത്ത തക്കാളി വേണം, അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മിനിറ്റ് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി പേസ്റ്റൊക്കെ നല്ല വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മുരിങ്ങക്ക ഇതുപോലെ കീറി കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്കതിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ മുരിങ്ങക്ക വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട, നല്ല തിക്കായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് അടപ്പൊക്കെ തുറന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ പോലെ. അപ്പോൾ നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ഇതിലെ വെള്ളം നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു പരിവായിട്ടുണ്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ മുരിങ്ങ കൊണ്ടുള്ള സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രം മതിട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല എരിവും പുളിയും ഒക്കെ എല്ലാം നല്ല മിക്സ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചോറിൻ്റെ കൂടെയാണ് ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.